ഹലോ, നമുക്കൊരു ബോക്സ് ഉണ്ടാക്കാൻ പഠിച്ചാലോ? അടിപൊളി ബോക്സ് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ട ഐറ്റംസ് ആണ് ഫോം ബോർഡ്, പാറ്റേൺ പേപ്പർ, ഗമ്മ്, കട്ടർ. പിന്നെ നമ്മൾ ബോക്സിൻ്റെ ഉള്ളിൽ എന്താണോ വെക്കുന്ന ആ ഐറ്റംസ് കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഞാൻ സ്കെച്ച് ബുക്കും പെയിൻറ്റും ബ്രഷുമാണ് അതിൽ വെക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഒരു ഫോം ബോർഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഫോം ബോർഡിൻ്റെ മേലെ ഞാൻ ബോക്സിൽ എന്തൊക്കെയാണോ വെക്കുന്നത് ആ സാധനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ സ്കെച്ച് ബുക്ക് വെച്ചു, അതിൻ്റെ മേലെ ഞാൻ കളറ്, പിന്നെ സൈഡിലായിട്ട് ബ്രഷസാണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ആ ബോക്സിനെ അറേഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് ഞാനും മെഷർമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വെച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് തൊട്ടടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളത് സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കും നമ്മൾ. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വരയ്ക്കുക, അപ്പോൾ നമുക്ക് കറക്റ്റ് ഇത് കിട്ടും. ഞാൻ ഹൈറ്റാണ് മെഷർ ചെയ്യുന്നത്. അത് നമ്മൾ കട്ടർ വെച്ചിട്ടാണ് ഞാൻ മെഷർ ചെയ്യുന്നത്. ആ കട്ടറിൻ്റെ എത്രത്തോളം ഹൈറ്റ് വരുന്നുണ്ടോ അത് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് നമുക്ക് സൈഡ് ഭാഗങ്ങൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോം ബോർഡ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 2 പീസ് സെയിം ലെങ്ത്തിലും വെടുത്തിലും ഞാൻ എടുക്കും. പിന്നെ ഈ സൈഡിലേക്കുള്ള ഇതും നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സെയിം ഹൈറ്റ് തന്നെ എടുക്കുക, പക്ഷെ ലെങ്ത്തിൽ ഡിഫറെൻ്റ് ഉണ്ടാവും. അങ്ങനെ ഫുള്ള് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എങ്ങനെയാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്ന്. ഇപ്പോൾ 2 സൈഡിലേക്കുള്ളത് ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ചെറിയ 2 സൈഡിലേക്കുള്ളതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് എടുത്തിട്ട് നമ്മൾ എത്രയാണോ നമുക്ക് നേരത്തെ വിടുത്ത് വന്നത് ആ വിടുത്താണ് നമ്മൾ ചെറിയ സൈഡിൻ്റെ ലെങ്ത് ആക്കി എടുക്കുന്നതും. ഹൈറ്റ് നോർമൽ നമ്മൾ നേരത്തെ എടുത്ത അതേ സെയിം തന്നെ ഹൈറ്റ് ആക്കിയിട്ട് നമ്മൾ എടുക്കുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെക്കുന്ന ഐറ്റംസിൻ്റെ എത്രയാണ് അത് പൊങ്ങി നിൽക്കുന്നത് അത്രയും നമ്മൾ ഹൈറ്റ് കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുത്തെങ്കിലാണ് നമ്മളെ ബുക്ക് അല്ലെങ്കിൽ ബോക്സിൽ നല്ല വൃത്തിക്ക് നമ്മളെ ബുക്ക് ഇരിക്കുള്ളൂ. ബുക്ക് നല്ല വൃത്തിക്ക് ഇരുന്നെങ്കിൽ ബോക്സ് അടക്കാനൊക്കെ പറ്റും. കുറച്ച് പൊന്തിയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അടക്കുമ്പോഴൊക്കെ ഭയങ്കര സീനാണ്. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഹൈറ്റ് എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ടോട്ടൽ നമുക്ക് 5 പീസസാണ് വരുന്നത്. കുഞ്ഞ് 2 സൈഡിലേക്കുള്ള ബോർഡേഴ്സും വലിയ 2 സൈഡിലേക്കുള്ള ബോർഡേഴ്സായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒന്ന് ബേസ് ഭാഗമാണ്. ബോർഡേഴ്സ് 4 എണ്ണം, ബേസ് 1 ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കറക്റ്റ് നമ്മൾ വരച്ച ആ ലൈനിൽ കൂടെ കട്ടർ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ 5 പീസസ് കിട്ടും. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എന്ത് ഐറ്റംസാണ് ഈ ബോക്സിൽ വെക്കേണ്ടത് ആ സാധനം വെച്ച് വേണം മെഷർമെൻറ്റ് എടുക്കാൻ. എനിക്ക് ഇതിൽ സ്കെച്ച് ബുക്കും പെയിൻറ്റും ബ്രഷസാണ് വെക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നത്. നിങ്ങളിപ്പോൾ ഷർട്ടും ഇതൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഷർട്ട് വെച്ചിട്ട് അതിൻ്റെ ലെങ്ത്തും ഹൈറ്റും എടുക്കണം നിങ്ങൾ. ഇപ്പോൾ നമുക്ക് ടോട്ടൽ 5 പീസസ് വന്നിട്ടുണ്ട്. ചെറിയ ഭാഗത്തേക്കുള്ള 2 ബോർഡേഴ്സും വലിയ ഭാഗത്തേക്കുള്ള 2 ബോർഡേഴ്സാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ബേസ്, പിന്നെ ഇനി ഇതിൻ്റെ മേലെയുള്ള ടോപ്പറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കറക്റ്റ് ബോക്സിൻ്റെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ ബേസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ബേസിൻ്റെ ലെങ്ത്തും വിടുത്തുമാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ സെയിം ആ ഒരു ഇതിലല്ല നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതിൽ കൂടെ ഒരു 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ വീണ്ടും ഒരു ബോക്സ് മാർക്ക് ചെയ്ത് കൊടുക്കും. ഒരു ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കും. സെയിം ലെങ്ത്ത് തന്നെ, പക്ഷേ വിഡ്ത്ത് ഒരു 5 സെൻറ്റിമീറ്ററും കൂടിയും ഡിസ്റ്റൻസിൽ നമ്മൾ മാർക്ക് ചെയ്യും. ഫസ്റ്റ് നമ്മൾ ഈ ബേസിൻ്റെ മാർക്ക് ചെയ്തത് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 5 സെൻറ്റിമീറ്ററും കൂടിയും ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ടോപ്പർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മേലെ ടോപ്പർ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഈ ബോക്സിലോട് അറ്റാച്ച്ഡ് ആക്കിയിട്ടുള്ള ടോപ്പറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട്, ഒട്ടിക്കാനും ഫോൾഡ് ചെയ്യാനും ഒക്കെ പറ്റാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 0.5 നമ്മൾ വീണ്ടും വരച്ചു കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഫോൾഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്, ആ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേണ്ടത്. നമ്മൾ ഈ മാർക്ക് ചെയ്തത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഫോൾഡ് ചെയ്യാനുള്ള ഭാഗം പിന്നെ നമ്മൾ ആ 5 സെൻറ്റിമീറ്റർ എക്സ്ട്രാ വരച്ചില്ല അതിൻ്റെ എൻഡുമാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഫോൾഡ് ചെയ്യാനുള്ള ഭാഗമൊന്നും കട്ട് ചെയ്ത് കൊടുക്കണ്ട. നമ്മൾ ഇതിൽ 3 ലൈൻസ് വരച്ചിട്ടുണ്ട്. ലാസ്റ്റത്തെ ഒരു ലൈനും പിന്നെ നമ്മുടെ ലെങ്ത്തുമാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്.
നമ്മൾ ടോപ്പറിനുള്ളതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 0.5 മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ലൈനിൽ ഇങ്ങനെ കട്ടറിൻ്റെ പിന്ന് വെച്ചിട്ട് ഇങ്ങനെ ചരണ്ടി കൊടുക്കുക. ഇങ്ങനെ എന്താ പറയുക, ചരണ്ടി കൊടുക്കുക പറഞ്ഞാൽ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് അധികം കട്ടിയിലല്ല, ജസ്റ്റ് മേലത്തെ ആ ഭാഗം മാത്രം ഇങ്ങനെ ആക്കി കൊടുക്കുക. കാരണം നമുക്കത് ഫോൾഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ബോക്സ് ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ വൃത്തിയിൽ നിൽക്കുകയും ചെയ്യും, ഫോൾഡിങ് ഈസിയായി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇത് മെല്ലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. മെല്ലെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ഫോൾഡ് ചെയ്തിട്ട് നിൽക്കും. പൊട്ടലോ ഒന്നും ഇല്ലാണ്ട് കറക്റ്റ് ഫോൾഡ് ചെയ്ത് നിൽക്കും. ഇനി നമുക്ക് ഇത് ഒക്കെ ഒട്ടിച്ച് ബോക്സ് സെറ്റാക്കാം. ഫസ്റ്റ് നമുക്ക് ബേസിൽ ബോർഡേഴ്സാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. എന്നിട്ടാണ് നമ്മൾ ടോപ്പർ ഒട്ടിക്കാം. അപ്പം അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇനി നമുക്ക് ഫസ്റ്റ് ബേസ് വെച്ചതിന് ശേഷം ഞാൻ ചെറിയ സൈഡാണ് ഫസ്റ്റ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ സൈഡിൽ അത് ഫ്ലെക്സ് ക്യൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഗമ്മാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതാവുമ്പോൾ ഫോം ബോർഡ് കറക്റ്റ് ഒട്ടിയിട്ട് നിൽക്കും, പെട്ടെന്നൊന്നും നാശമാവില്ല. ദെൻ ഈ ഗമ്മ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ഗമ്മാണ്, പിള്ളേരൊന്നും എടുത്തില്ലാണ്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഇത് എൻഡിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഫ്ലെക്സ് ക്യൂക്ക് ഒഴിച്ച് കൊടുക്കാം. ഒന്നും ചെയ്യേണ്ട, ഗമ്മ് കൈമ ആവാണ്ട് ശ്രദ്ധിക്കണം. കാരണം കൈമായിട്ടുണ്ടെങ്കിൽ ഒന്നും പോവില്ല. കാരണം അത്രയും ഡേഞ്ചറാണ്, കൈ ഒട്ടി പിടിച്ചിട്ടിരിക്കും. പിന്നെ കുറേ നേരെ റിസ്ക് എടുത്തെങ്കിലാണ് നമുക്കത് റെഡിയാക്കാൻ പറ്റുമോ, തൊലിയൊക്കെ അടർന്നു പോരും. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഹോള് ഒക്കെ കാണുന്ന ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം ഗമ്മ് ഒഴിക്കാനും. ഗമ്മ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൈ നോക്കണം. അതിന് ഇതുപോലെ തന്നെ ബാക്കി 4 സൈഡ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. വലിയ സൈഡ് ഫസ്റ്റ് ഞാനൊരു ചെറിയ സൈഡ് ഒട്ടിക്കും, പിന്നെ ഞാൻ വലിയ സൈഡ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ 4 സൈഡാണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഈ വലിയ സൈഡിൽ കോർണേഴ്സ് ഫസ്റ്റ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കണം. അത് 2 കോർണേഴ്സും തമ്മിൽ നല്ല ഗമ്മായിട്ട് നിൽക്കണം. അതിന് ശേഷം നമ്മൾ നമ്മുടെ ലെങ്ത്തിൻ്റെ ആ ഭാഗം ഇങ്ങനെ ഗം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 4 സൈഡും കറക്റ്റ് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ എക്സസ് വരുന്ന ഭാഗങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത ബോർഡർ വെക്കുക. എന്നിട്ട് കോർണേഴ്സ് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ വീണ്ടും എക്സസ് വരുന്നത് കട്ട് ചെയ്യുക, ബോർഡേഴ്സ് വെക്കുക. അങ്ങനെ 4 ബോർഡേഴ്സും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഗം യൂസ് ചെയ്ത് സ്റ്റിക്കാക്കി നിർത്തണം. അപ്പോൾ നമ്മൾ ബേസിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ടോപ്പേഴ്സാണ് സെറ്റ് ചെയ്യുന്നത്. ടോപ്പേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ച ആ സംഭവം ഒരു ബേസിൻ്റെ ഒരു ബോർഡറിൻ്റെ മേലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ബോർഡറിൻ്റെ മേലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക, കറക്റ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ ഈസിയായി നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സൈഡിലുള്ള ചെറിയൊരു ബോർഡറില്ലേ, ആ ഒരു ബോർഡറിൻ്റെ അവിടെയാണ് നമ്മൾ ഈ ടോപ്പറിൻ്റെ എക്സസ് ഭാഗം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മൾ ചിലപ്പോൾ കട്ട് ചെയ്തെടുത്ത് എക്സ്ട്രാ ഉണ്ടാവും, അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ ഗമ്മ് കംപ്ലീറ്റ് ഒഴിച്ച് കൊടുക്കുക ആ ബോർഡറിൻ്റെ മേലെ. എന്നിട്ട് ഈ ഫോം ബോർഡ് അതിൽ നല്ല സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ കട്ട് ചെയ്തതിൽ കുറച്ച് ഭാഗം എക്സസ് വന്നിട്ടുണ്ട്. അപ്പം ഞാനത് കട്ട് ചെയ്ത് കളയും. നമ്മൾ ലാസ്റ്റ് ഇതെല്ലാം കട്ട് ചെയ്ത് കളയും. എക്സസ് ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്, ബൾജായിട്ട് നിൽക്കുന്നത് എല്ലാതും നമ്മൾ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമ്മുടെ ബോക്സിൻ്റെ ടോപ്പറും റെഡിയായി. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ബോക്സാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. നമ്മളിപ്പോൾ ഓർഡേഴ്സൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് കസ്റ്റമർ നമ്മളെടുക്കുക പറയുകയാണ് ഒരു 500 ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ബോക്സിലൊക്കെ ഒരു കുഞ്ഞ ഹാമ്പർ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എക്സസ് ഉള്ള ഭാഗവും കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മുടെ ഫിനിഷിങ്, നമ്മുടെ ബോക്സിൻ്റെ ഫിനിഷിങ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ സാധനം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സ്കെച്ച് ബുക്ക്, പെയിൻറ്റ്, ബ്രഷ് എല്ലാം നമ്മൾ ഇതിൽ വെച്ച് നോക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ പാറ്റേൺ പേപ്പേഴ്സ് ഒട്ടിക്കാനാണ് ഉള്ളത്. പ്ലെയിനായി കൊടുക്കുന്നതിലും ബെറ്ററാണ് ഒക്കേഷണലി ഉള്ള തീമിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ മേലെ ഞാൻ ഇങ്ങനത്തെ ഒരു ഗോൾഡൻ ഡോട്ട് വരുന്ന ടൈപ്പ് ഓഫ്
പാറ്റേൺ പേപ്പറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളെടുത്ത് ഏത് ടൈപ്പ് ഓഫ് പാറ്റേൺ പേപ്പറാണോ ഉള്ളത് അത് എടുക്കാം. എന്നിട്ട് ഈ ബോക്സ് വെച്ച് കൊടുത്തിട്ട് ഞാൻ മെഷർമെൻറ്റ് ഞാൻ ഇങ്ങനെയാണ് മെഷർമെൻറ്റ് എടുക്കാറ്. കാരണം നമ്മൾ സ്കെയിലൊക്കെ എടുക്കുമ്പോൾ ഒന്നെങ്കിൽ കൂടുതലാവും അല്ലെങ്കിൽ തീരെ കുഞ്ഞതാവും. ഞാൻ ഈ ബേസിൻ്റെ കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം അത് വെച്ചാണ് ഞാൻ ഇവിടെ അളവെടുക്കുന്നത്. കറക്റ്റ് ഞാൻ അങ്ങനെ തന്നെ എടുത്ത് അത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് എത്ര പീസാണ് വേണ്ടത് വെച്ചാൽ 5 പീസസ് വേണം നമുക്ക്. 2 പീസ് ചെറിയ ബോർഡേഴ്സിനും 2 പീസ് വലിയ ബോർഡേഴ്സിനും പിന്നെ 1 പീസ് ബേസിലും. അതിൽ ആ ചെറിയ ബോർഡറിന് മാത്രം നമ്മൾ എക്സ്ട്രാ നമ്മൾ എടുക്കും. കാരണം അതെന്തിനാന്ന് വെച്ചാൽ അത് നമുക്ക് താഴ്ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ നമ്മൾ ഫോൾഡ് ചെയ്യാൻ വേണ്ടി ടോപ്പറിൻ്റെ മേലെ ഒട്ടിച്ചില്ലേ, അത് കൂടുതൽ സൈസാക്കിയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് വലിയത് വേണം. അപ്പോൾ നമ്മൾ കട്ടിംഗ് ഒക്കെ കറക്റ്റ് വലിയ സൈസിൽ വേണം അതിൻ്റേത് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഭാഗത്തേക്ക് കുറച്ച് മതി, രണ്ടാമത്തെ ഭാഗത്തേക്ക് കുറച്ച് തോനെ ഞാൻ എടുക്കുന്നത്. അതിങ്ങനെ വെച്ച് ഫോൾഡ് ചെയ്തിട്ട് വേണം ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ കുത്തനെ വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മെഷർമെൻറ്റിൽ ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ 4 സൈഡിലേക്ക് ഉള്ളതും ബേസിക് ഉള്ളതും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി ബാലൻസ് ആയിട്ടുള്ള 2 സൈഡിലേക്ക് നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ പേപ്പർ പ്രിൻ്റ് എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് ചെയ്യാം. നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനും ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബോക്സിൻ്റെ മേലെ ഈ പാറ്റേൺ പേപ്പേഴ്സ് ഒട്ടിച്ച് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ വലിയ സൈഡാണ് എടുക്കുന്നത്. ഈ ഗമ്മ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കറക്റ്റ് സൈസിനുള്ള ഒരു പാറ്റേൺ പേപ്പർ എടുത്ത് അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ മേലെ ഈ പാറ്റേൺ പേപ്പർ ഒട്ടിക്കുമ്പോൾ ഒരു ഹീറ്റായിട്ടുള്ളൊരു ഫീല് നമുക്ക് വരും. അത് ഈ ഗമ്മിൻ്റെ ഒരു ഇതാണ്. പക്ഷേ നമുക്ക് ഫോം ബോർഡ് ഒട്ടിക്കുമ്പോൾ അത് വരില്ല. കാരണം ഫോം ബോർഡ് കട്ടിയുണ്ട്, ഇത് കട്ടില്ലാത്ത കാരണം നമുക്ക് അത് തൊട്ടാൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ആ വലിയ സൈഡിലുള്ള 2 സൈഡിലും ഇതിനെ കറക്റ്റ് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ബോക്സ് വെച്ച് കട്ട് ചെയ്തത് കൊണ്ട് കറക്റ്റ് സൈസിലാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. കുറച്ച് 1 ഇഞ്ചൊക്കെയാണ് നമുക്ക്, 1 ഇഞ്ചല്ല 0.5 ഒക്കെയാണ് നമുക്ക് എക്സസ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇത് ചെറിയ സൈഡിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ടോട്ടലി എല്ലാ ഭാഗത്തും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം നമുക്ക്. എനിക്ക് ഈ ബോക്സ് മേക്കിങ്ങിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോസസ്സാണ് ഇതുപോലെ പാറ്റേൺ പേപ്പർ ഒട്ടിച്ച് അതിൻ്റെ ലാസ്റ്റ് ഔട്ട്ലുക്ക് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെറിയ സൈഡിൽ ലാസ്റ്റത്തെ നമ്മൾ ടോപ്പർ കണക്ട് ചെയ്തിട്ടുള്ള ബോർഡറിൽ നമ്മൾ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് കൂടുതൽ എക്സസ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, കട്ട് ചെയ്തിട്ടുണ്ട്, അതിങ്ങനെ ഫോൾഡ് ചെയ്ത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ വേണം നമ്മൾ ബേസിൽ ഒട്ടിച്ചു കൊടുക്കാൻ. ഈ ഫോൾഡ് ചെയ്ത് നിർത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സാധനം ഇതിൻ്റെ മേലെ കണക്റ്റിംഗ് ആണെന്ന് മനസ്സിലാവാത്ത രീതിക്ക് വേണം നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാൻ എന്നുള്ള രീതിക്കാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് മനസ്സിലാവരുത്. കണ്ടോ, കയ്യിൽ ഫ്ലെക്സ് ക്യൂക്ക് ആയപ്പോൾ ഒരു തരം കട്ടിപ്പാണ് നമുക്ക് തോന്നുക. അത്രയും ഡേഞ്ചറാണ്. മാക്സിമം കൈമാക്കാണ്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ബേസും കൂടിയും ഒട്ടിച്ചു കൊടുത്താൽ നമ്മളെ ബോക്സ് മേക്കിങ് ഇവിടെ ഉണ്ടാവും. ഇനി ഇത് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങളൊക്കെ തെച്ചതിന് ശേഷം ഇതിൻ്റെ മേലൊരു റിബൺ കെട്ടി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമാണ് ചെയ്യാം. ഞാൻ ഈ ഐറ്റംസൊക്കെ വെച്ചതിന് ശേഷം ലാസ്റ്റ് റിബൺ കെട്ടി കൊടുക്കാറാണ് ചെയ്യാറുള്ളത്. ഞാൻ റിബൺ കെട്ടി കൊടുത്തിട്ടുള്ള ഒരു സെക്ഷൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു. നോർമലി റിബൺ എങ്ങനെയാണ് നമ്മളൊരു ഗിഫ്റ്റുമ്പോൾ റാപ്പ് ചെയ്യുക, അതുപോലെ തന്നെ റാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ചെയ്ത് നോക്കാം. ദെൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് ഇതിനെ പറ്റിയെങ്കിൽ അത് എൻ്റെ അടുത്ത് ക്ലിയർ ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യുക. അപ്പം നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ബോക്സ് മേക്കിങ്. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഔട്ട്പുട്ട് വരുന്നത്. ലാസ്റ്റ് ഔട്ട്പുട്ടാണിത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കി ഓരോരുത്തർ ചെയ്ത ഫോട്ടോസ് നമുക്ക് അയച്ചു തരാം. ഇങ്ങനെയാണ് ഓപ്പണിംഗ് വ്യൂ വരുന്നത് ആൻഡ് ക്ലോസിംഗ് വ്യൂ ഇങ്ങനെയാണ്. അപ്പോൾ താങ്ക് യു.